ഹലോ മലയാളി മക്കളെ വണക്കം. അപ്പം രാവിലെ തന്നെ ഒരു അടികൂടലാണ് കേട്ടോ. അതായത് നമ്മൾ റയാനും ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ ഗ്യാങ്ങായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 5 പേർ ചേർന്നിട്ട് അത് സ്ട്രോങ് ഗ്രൂപ്പാണെന്ന് അറിയിച്ചിട്ട് അത് നിങ്ങൾ ഇന്നലെ ഒരു വിഷയം കാണിച്ചില്ല, അത് ഭയങ്കര എത്തിക്കലായിട്ടുണ്ടായിരുന്നു എന്ന് റയാൻ മുത്തിനോട് പറയുകയാണ്. അപ്പം മുത്തിനെ ആദ്യം ഔട്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് മുത്തുകുമാറിനോട് മഞ്ജരി പറയുകയാണ്. അപ്പം പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് റയാൻ പറയണം. പേടിക്കാൻ മാത്രം നിങ്ങളത്ര വലിയ ആളൊന്നും അല്ല റയാൻ എന്ന് മുത്തുകുമാർ പറയുന്നുണ്ട്. അതേപോഴത്തേക്ക് ഞാൻ ഒരാളായിട്ടാണ് കളിച്ചത്, നിങ്ങളല്ലേ ഗ്രൂപ്പായിട്ട് കളിച്ചത്, അങ്ങനെ തന്നെ ഇനി കളിക്ക് എന്ന് പറയുന്നുണ്ട് റയാന്. അപ്പം മുത്തുകുമാർ പറയുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടാസ്ക് വരികയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടാസ്ക് 4 വരികയാണ്, ടിക്കറ്റ് ഫിനാലയുടെ. അതിൽ നിന്ന് പറഞ്ഞാൽ അതായത് 1 മിനിറ്റിനുള്ളിൽ 3 പോയിന്റ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എന്തുകൊണ്ട് ഡിസർവിങ് ആണ് എന്നുള്ളതിനെ പറ്റി സംസാരിക്കുക എന്നാണ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മഞ്ജരി സംസാരിച്ചപ്പോഴത്തേക്ക് എല്ലാവരും മെജോറിറ്റി വോട്ട് കൊടുത്ത് മഞ്ജരിക്കാണ് 3 പോയിന്റ് കൊടുത്തിരിക്കുന്നത്. മഞ്ജരിയാണ് നന്നായിട്ട് സംസാരിക്കുന്നത്, അത് കാരണം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് നമുക്ക് ഉള്ളവരിൽ നിന്നും അത് കട്ട് ചെയ്ത് കളയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മഞ്ജരി ഗെയിം കളിക്കുകയാണ്. റാണുവിൻ്റെ റയാൻ്റെ വിശാലിൻ്റെ ഓരോരോ പോയിന്റ് എടുത്ത് കളയാണ് കേട്ടോ. അത് ചെയ്യുമ്പോഴത്തേക്കും മഞ്ജരിക്ക് 3 പോയിന്റ് ആഡ് ആകുകയും മഞ്ജരി 4 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഇനി അത് ചെയ്യുമ്പോഴത്തേക്ക് ടാസ്ക് 5 അതായത് 5 വരെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരം എടുക്കുകയാണ്. ടാസ്ക് ഫോൺ എടുക്കാൻ ഒരു ധൈര്യമൊക്കെ വേണമെന്ന് മുത്തുകുമാർ ഇങ്ങനെ ലിവിങ് ഏരിയ വെച്ച് പറയണം. അപ്പോൾ തനിയെ കളിക്കാനും ഒരു ധൈര്യമൊക്കെ വേണമെന്ന് നമ്മുടെ റയാനും പറയാണ് കേട്ടോ. അപ്പോൾ ശകുനി പണി കാണിച്ചല്ലേ മഞ്ജരി എന്ന് പറയുന്നത്. അതായത് മഞ്ജരി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ പറഞ്ഞ ഒരു ഡയലോഗ് തിരിച്ചടിക്കുകയാണ്, മുത്തുകുമാരൻ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് മഞ്ജരി എന്നിട്ട് വേണം. അപ്പോഴാണ് പറയുന്നത് ശകുനി പണി നോക്കിയല്ലേ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് വീണ്ടും സംസാരിക്കുന്നത് എന്ന് മഞ്ജരിയോട് മുത്തുകുമാരൻ ചോദിക്കണം. നീ ആ കാര്യം പറഞ്ഞാൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നു, ഞാനും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നീ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല അത്, അപ്പോൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞുകൂടെ എന്ന് മഞ്ജരി പറയുകയാണ്. അപ്പം ഇമോഷൻസിന് വെച്ച് കളിക്കരുത് ജാക്ലിൻ എന്ന് നമ്മുടെ മുത്തുകുമാറും ജാക്ലിനോട് പറഞ്ഞാൽ, അപ്പോൾ നീയും അത് കളിക്കരുത് മുത്തുകുമാർ, അതേപോലെ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യരുത് എന്ന് ജാക്ലിൻ പറയാണ് മുത്തുകുമാറിനോട്. അതേപോലെ ജാക്ലിൻ നീയും അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് മുത്തുകുമാറും പറയാണ് കേട്ടോ. അപ്പം ടാസ്ക് 5 അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഫോൺ വെച്ചിട്ടുണ്ടാവും, ഓടിപ്പോയി ഫോൺ എടുക്കുക. ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു ഐറ്റം പറയും, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തില്ലേ അവർ ഔട്ടാവും കേട്ടോ. അവർ ചെയ്തില്ലെങ്കിൽ അവർ ഔട്ടാവും. അപ്പം 2 പേർക്കും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പം ആദ്യമേ നമ്മുടെ സൗന്ദര്യക്ക് കിട്ടിയിട്ടുണ്ട്. സൗന്ദര്യോട് പറയുന്നത് അളവുക്ക് അധികമായിട്ട്, അതായത് കൂടുതൽ ഫുഡ് തരും, അത് കഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതേപോലെ നമ്മുടെ ദീപക്കിന് കിട്ടിയിരിക്കുന്നത് വെള്ളം കുടിപ്പിക്കുക, അതായത് കൂടുതൽ വെള്ളം തരും, അത് കുടിപ്പിക്കുക എന്നുള്ളതാണ്. അവർ 2 പേരും സൗന്ദര്യം തിരഞ്ഞെടുത്തത് വിശാലിനെയും നമ്മുടെ ദീപക്ക് തിരഞ്ഞെടുത്തത് റാണവിനെയാണ് കേട്ടോ. അതായത് റാണവ് വന്നിട്ട് 6 മിനിറ്റിനുള്ളിൽ 5 ലിറ്റർ വെള്ളവും വിശാൽ വന്ന് 45 മിനിറ്റിൽ എത്ര ഫുഡ് കൊടുക്കുന്നോ ബിഗ് ബോസ് കൊടുക്കുന്നോ അത് കഴിക്കണം എന്നുള്ളതായിരുന്നു. ഇത് മനഃപൂർവ്വം വിശാൽ കഴിക്കാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ വോമിറ്റിങ് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് അത്ര ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അവരതിൽ നിന്ന് പിന്മാറാൻ പാടില്ല, അങ്ങനെ വേണം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 5 ലിറ്റർ വെള്ളം 6 മിനിറ്റിൽ, പക്ഷേ ഇവർ 2 പേരും നല്ലവണ്ണം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞു പോവാണ് കേട്ടോ. അതോടുകൂടി നമ്മുടെ സൗന്ദര്യം ദീപക്കും എലിമിനേഷൻ ആയിരിക്കുകയാണ് ഈ ടാസ്കിൽ നിന്നും. സത്യം പറഞ്ഞാൽ നല്ലൊരു ടാസ്ക്കാണ്, പക്ഷേ എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇതിനെക്കാട്ടിൽ നല്ല നല്ല ടാസ്കുകൾ കൊടുക്കാമായിരുന്നു എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതിപ്പം ടാർഗറ്റ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ഈ ഫോൺ ടാസ്ക്. എന്നിരുന്നാൽ പോലും ഇച്ചിരി കൂടെ കട്ടിയായിട്ടുള്ള നമ്മുടെ സാഹസികമൊക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെയൊക്കെ കൊടുക്കുവാണെങ്കിൽ എല്ലാവരും ക്വിറ്റടിച്ച് പോകുമല്ലോ, അത് വെച്ച് കളിക്കാമായിരുന്നു. എനിവേ നാളെ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ടിക്കറ്റ് ഫിനാലെ ആര് കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടറിയാം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നാളെയെങ്കിലും നല്ല നല്ല ടാസ്കുകൾ കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഈ 1 മിനിറ്റിനുള്ളിൽ 3 പോയിന്റിന് വേണ്ടി ഞാൻ ഡിസർവിങ് ആണെന്ന് സംസാരിക്കാനൊക്കെ പറയുന്നത് എന്ത് ടാസ്ക് ആണെന്ന് പോലും അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ടാസ്കേ അല്ല, എന്തൊക്കെയോ കാണിച്ചു വയ്ക്കുന്നു. 10 ആക്കണം, ആരെങ്കിലും ഉദ്ദേശിക്കുന്ന ആൾ വിന്നാവണം എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മാത്രം ചെയ്തിരിക്കുന്ന ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവർ വിചാരിക്കുന്ന ആൾക്കാർ വിന്നാവണം, എങ്ങനെയെങ്കിലും വിന്നാകണം. ഇപ്പം നോക്കുവാണെങ്കിൽ വിശാലാണ് മുന്നിൽ പോകുന്നത്. മറ്റുള്ളവർ കളിച്ചാലും വീണ്ടും ലെവൽ 2 ലെവൽ 3 എന്നൊക്കെ വെക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്.
എന്നിരുന്നാൽ പോലും ഇതേപോലത്തെ ടാസ്കിനെ കണ്ടിച്ചും കൂടെ കട്ടിയായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.